ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടമാണല്ലേ. സിനിമ ലവേഴ്സിന് ഇഷ്ടമാണ്, സിനിമയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ആക്ടിങ് വൈസ് ആയാലും ബിഹൈൻഡ് ദ ക്യാമറ എല്ലാം വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇതെല്ലാം പറഞ്ഞു പോകുന്ന ബെസ്റ്റ് ആക്ടറിൽ ഒരു ആക്ടറിന്റെ ലൈഫ്, അപ്കമിങ് ആക്ടറിന്റെ ഒരു ലൈഫ് കാണിക്കുന്നുണ്ട്. ഉദയനാണ് താരത്തിനകത്ത് സൂപ്പർ സ്റ്റാറും ഒരു പാവം ഡയറക്ടറിന്റെ ലൈഫ് കാണിക്കുന്നു. സെല്ലുലോയിഡിനകത്ത് ഒരു പുതിയ മൂവി എന്ന് പറഞ്ഞ ഒരു സാധനം ഇറക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇല്ലാത്തൊരു ഡയറക്ടറിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടത്തേക്ക് കേട്ടെ. ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് സിനിമയ്ക്ക് പല ലെയേഴ്സ് ഉണ്ടല്ലോ, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ. ഈ പല ഡിപ്പാർട്ട്മെന്റ്സും പല ആൾക്കാർ, പല കഥാപാത്രങ്ങളാണുള്ളത്. സൗണ്ട് ആയാലും, ആർട്ട് ആയാലും, ഡയറക്ഷൻ ആയാലും, ആക്ടിങ് ആയാലും, കോസ്റ്റ്യൂം ആയാലും, മേക്കപ്പ് ആയാലും, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ചെറിയ ചെറിയ പ്ലോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് 2026 റിലീസായ ആശാൻ എന്ന് പറയുന്ന മൂവി. നമ്മുടെ ഗപ്പി ഫിലിംസും വേഫെയറും കൂടെ ചേർന്നിട്ടാണ് ഈ മൂവി ഇറക്കിയിരിക്കുന്നത്. പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവരാണ് ചെയ്തിരിക്കുന്നത്. ജോൺ പോൾ ജോർജ് അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആൻഡ് മ്യൂസീഷ്യൻ. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പുള്ളി ആരാന്ന് അറിയാമായിരിക്കും അല്ലേ. ഗപ്പി, അമ്പിളി, അതിനുശേഷം ആശാൻ, ഈ സിനിമകളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. ഇതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പുള്ളിയെക്കുറിച്ച് എന്ത് പറയാനാണ്, ഇന്ദ്രൻസ്. പുള്ളി ഈ സിനിമയ്ക്കകത്ത് തന്നെ പറയുകയാണ്, കൊടക്കമ്പി പോലെ ഇരുന്ന ഞാൻ കെട്ടുകമ്പി പോലെ ആയി പോയടേ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്ടർ ആവാൻ വേണ്ടി പോകാനൊക്കെ അന്വേഷിച്ചിട്ട്. അപ്പോൾ പുള്ളി ഒരു ഡൈ ഹാർട്ട് കമൽ ഹാസൻ ഫാനൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഭയങ്കര രസകരമായിട്ടുള്ള, ലൈഫുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. അതിൻ്റെ ശോഭി തിലകനെ കുറിച്ച് പറയാതിരിക്കുന്നത്, പല സമയത്തും നമുക്ക് കാണുമ്പോൾ അദ്ദേഹം ശരിക്കും തിലകൻ സാറാണോ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ശോഭി ചേട്ടൻ ഹാവ് ഡൺ എക്സലന്റ് ജോബ്. പക്ഷേ ഒരു സ്ട്രോങ് ഡയറക്ടറായിട്ടാണ് പുള്ളി വരുന്നതെങ്കിലും പുള്ളി എന്തുമാത്രം ഹെൽപ്ലെസ് ആയി പോകുന്നു പല സമയത്തും സൂപ്പർ സ്റ്റാർസ് കാരണം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിന്റെ ചംചാസ് കാരണം. സൂപ്പർ സ്റ്റാറിന്റെ ശിങ്കിടികൾ ഉണ്ടാവുമല്ലോ. വളരെ രസമായിട്ട് ഒത്തിരി പേര് അതിനകത്ത് ചെയ്യും. ജോമോൻ ഉണ്ട് അതിനകത്ത്, വളരെ അദ്ദേഹമാണ് വൺ ഓഫ് ദ ചെയ്തിരിക്കുന്നത്. ദെൻ മദൻ ഗൗരി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയുണ്ട് അതിനകത്ത്. ഇവരൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ തന്നെയാണ്. ഒന്നും പറയാനില്ല മാൻ. നമ്മൾ എവിടെ നിന്നും പുള്ളിയെ കണ്ടു തുടങ്ങിയതാണ്. എന്തായിരുന്നു പുള്ളിയുടെ പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളി എവിടെ എത്തി അല്ലേ. അപ്പം ആശാൻ എന്ന് പറയുന്ന മൂവി ഔട്ട് ആൻഡ് ഔട്ട് പുള്ളിയുടെ തന്നെ ഒരു പരിപാടിയാണ്. തമാശയുണ്ട്, കുറച്ച് വേദനയുണ്ട്, കുറച്ച് ത്രില്ലിംഗ് ആണ്. എന്ത് സംഭവിക്കുന്നറില്ല എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈം ത്രില്ലർ ആണെന്നല്ല പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രസകരമായിട്ടുള്ള സിനിമയാണ്. സൺ നെക്സ്റ്റിൽ അതിപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. If you guys have seen the movie, just let me know under the comment section. I give completely 4.5 out of 5 for this movie. Ashan, the best.